ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. പള്ളിയിലെ വാങ്കുവിളി കേട്ടിട്ടാണ് ഞാൻ എണീക്കണത്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ്, കാരണം അമ്മ ഇന്നലെ മലയ്ക്ക് പോയതുകൊണ്ട് നമ്മളാണ് ഇനി വീട്ടിൽ നോലുമ്പും കാര്യങ്ങളും വിളക്ക് വയ്ക്കേണ്ടതൊക്കെ. അപ്പോൾ നമുക്ക് നേരത്തെ എണീക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ എണീച്ചിട്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു പുതപ്പൊക്കെ പുതച്ചിട്ടാണ് എൻ്റെ പണികളൊക്കെ എടുത്തിരിക്കണത്. കാരണം അറിയില്ല, ഭയങ്കര തണുപ്പ്. എനിക്കിവിടെ ഈ തണുപ്പ് അത്ര അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പം അകത്ത് കൂടെ ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചെടുക്കണം കേട്ടോ. നമ്മൾ രാവിലെയും വൈകുന്നേരത്തും ഇതന്നെയാണ് മെയിൻ പണി. അടിക്കുക, തുടക്കുക, തളിക്കുക, കുളിക്കുക, ഇതാണ് മെയിൻ പണി കേട്ടോ. മാലട്ട പിന്നെ അവിടെ എല്ലാം അറിയാലോ. അപ്പം അങ്ങനെ എല്ലായിടത്തും കൂടി വൈകുന്നേരം തുടച്ചതാണ്. രാത്രി തുടച്ചിട്ട് അങ്ങനെയല്ലേ കിടക്കുന്നത്. നമ്മൾ അധികം ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരൊറ്റ തുടച്ചെടുത്താൽ മതി. കാരണം ഒറ്റ വലിപ്പിന് കാര്യം കഴിയും. അകത്തെ പരിപാടി വേണ്ടി പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ട് മുറ്റൊക്കെ അടിച്ചു വാരി. പുറത്ത് ഈ ഒരു ലൈറ്റ് മാത്രമേ കേട്ടോ, ആരും എണീറ്റിട്ടില്ല, ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം അടിച്ചു വാരിയിട്ട് ചാണകമൊക്കെ തളിച്ച് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. കാരണം ഞാൻ രാത്രി ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ രാത്രി റിസ്ക് എടുക്കാൻ നിൽക്കില്ല. കാരണം കിടക്കുമ്പോൾ തന്നെ കുറേ ലേറ്റാവും. അപ്പോൾ പിന്നെ പാത്രം കഴുകാൻ എനിക്കെന്തോ ഈ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. നേരം വെളുത്ത പിന്നെ കുഴപ്പമില്ല, നമ്മൾ നേരം വെളുത്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ പ്രശ്നമില്ല. അപ്പം അങ്ങനെ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാത്രം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം കുനിഞ്ഞ് നിന്നിട്ട് ഇരുന്നിട്ടൊക്കെ. പക്ഷേ ഇപ്പം എനിക്ക് തീരെ പറ്റില്ല. നടുവേദന എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ നടുവേദനയാണ്. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എങ്ങനെയൊക്കെയോ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ട് നമ്മൾ വേഗം കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ട് വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. ഇതാണ് ഈ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു സമാധാനമാണ്, എന്താ അറിയില്ല. അപ്പോൾ നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ കർപ്പൂരമൊക്കെ കത്തിക്കണ്ട. എനിക്ക് ഭയങ്കര ഈ വീട്ടിൽ വന്നാൽ എനിക്ക് ആകെ സീനിലത് ഈ ഒരു കാര്യം, എന്താ പറയുക, ഈ വിളക്ക് വയ്ക്കുന്ന കാര്യം. കാരണം ഈ മെയിൻ സ്വിച്ചിൻ്റെ താഴെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. അങ്ങനെ ചൂട് കൂടിപ്പോയി പൊട്ടിത്തെറിച്ചാലും ഒന്നും പറയേണ്ട, ഭഗവാനെ രക്ഷിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എൻ്റെ അമ്മനോട് പറഞ്ഞ് മടുത്ത് ഈ സാധനം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അത് കിടന്ന വരെ അവിടെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം വെള്ളം കൊണ്ടുവരേണ്ടത്, നമ്മൾ കിണറ്റിൽ നിന്ന് മുക്കിയെടുത്തിട്ടാണ് വെള്ളം കൊണ്ടുവരില്ല കേട്ടോ. ഇതും പറഞ്ഞ പോലെ എനിക്കിപ്പോൾ അത് ഭയങ്കര സീനായിട്ടുണ്ട്. ഈ നടുവേദന ഉള്ളതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാത്തത്. ഞാൻ ഓൾറെഡി 2 കുടം വെള്ളം അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കുടം വെള്ളം കൂടി മാത്രം മതി നമുക്ക് ഇന്നത്തേക്കുള്ള വെള്ളം ആയിട്ടോ. പിന്നെ നമുക്ക് പൈപ്പ് വെള്ളം വരും, പഞ്ചായത്തിന് വെള്ളം വരും, അത് ടാങ്കിലോട്ടും എടുത്താൽ മതി. ഇത് കുടിക്കാനുള്ളതും നമുക്ക് ചോറും കറിയൊക്കെ വെക്കാനുള്ളതാണ് കേട്ടോ. നേരെ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോഴാണ് ശരിക്കും വെളുത്തിരിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ പണി ഒരുവിധം പുറം പണികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങനെ നല്ല തണുപ്പ്, കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ട് നമുക്ക് നേരെ വേഗം അമ്പലത്തിലോട്ട് പോകാം കേട്ടോ. ഇത് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. കാരണം ഞങ്ങൾ വീടിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ ആയിട്ട്, ഇപ്പുറം നല്ല ചുറ്റും മലകളാണ്. മലയുടെ ഇടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനൊരു സ്ഥലം. അമ്പലത്തിൽ പോയി വന്നു, ചായ ഉണ്ടാക്കാം. അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ പ്ലീറ്റ്സൊക്കെ എടുത്ത് കുത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്പലത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ പിന്നെ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരികെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യാനാ. ഇനി നമുക്ക് വേഗം ചായ ഉണ്ടാക്കാം. ഞാൻ ചായ ഒന്നും ഉണ്ടാക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് വെച്ചേട്ടോ. ഈ തണുപ്പത്ത് കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ നല്ല സുഖമാണ്. ഇത് സുഖം ഞാൻ എപ്പോഴാണ് അറിയണത്. നേരെ ഞാൻ കട്ടൻ ചായ ഇട്ട് നല്ല ചൂടുള്ള കട്ടൻ ചായ ഇട്ടിട്ട് ഈ ഇമ്മരത്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഉദിച്ച് വരുന്ന സൂര്യന് നേരെ വീട്ടിലോട്ട് കയറി ഞാൻ ഇരിക്കുന്ന ഭാഗത്തോട്ട് വരും. അപ്പോൾ നല്ല ചൂട് കിട്ടും. അപ്പോൾ നല്ല സുഖമാണ് അങ്ങനെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ചായ കുടിച്ചിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്ന കേട്ടോ. പിന്നെ നമ്മൾ ചോറിനില്ല അരി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ തീയലുണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് നാളികേരം ചിരകി അതിങ്ങനെ വറുത്തെടുക്കണ്ട കേട്ടോ. എനിക്ക് ഈ പച്ചക്കറി വിഭവങ്ങളൊന്നും വല്ലാതെ അറിയില്ല, എന്ത് ചെയ്യാൻ. ഉള്ളി കുഴിമന്തി അറിയുള്ളൂ പറഞ്ഞല്ലേ. അങ്ങനെ കുറച്ച് തീയലുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമാണ്. നിങ്ങളോട് എന്താ പറയുന്നത്, പാവയ്ക്ക ഉള്ളതുകൊണ്ട് എല്ലാവിധ ആൾക്കാരോടും പറയുക. പക്ഷേ ഞങ്ങൾക്കിത് കൈപ്പക്കയാണ്. കൈപ്പക്ക ഈസ് മൈ ഫേവറേറ്റ് ഐറ്റംസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. രാവിലത്തെ പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ ഒന്ന് കടന്നുറങ്ങിയതാണ്. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കടന്നുറങ്ങിയപ്പോൾ. ഇപ്പോൾ 2 മണിയായി എണീറ്റപ്പോൾ. അപ്പോൾ എണീറ്റ് ഇനി വേഗം ഫുഡ് കഴിക്കാൻ വെച്ചു. ഫുഡ് കഴിക്കാണ്. ചോറും പപ്പടം, വഴുതനങ്ങ തീയലും, കയ്പ്പക്കപ്പേരും, ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പം വേഗം കഴിക്കട്ടെ കേട്ടോ, വിശക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് മെയിൻ പരിപാടിയൊന്നുമില്ല. ഇനി കുറച്ച് എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും വീണ്ടും അടിക്കുക, തുടക്കുക, കുളിക്കുക, വിളക്ക് വയ്ക്കുക, ചായം കടി ഉണ്ടാക്കുക. ഇത് തന്നെയാണ്. അപ്പോൾ റിപ്പീറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരത്തും കൂടി കാണിക്കാതെ ഇൻക്ലൂഡ് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.